അതേപോലെ കെയർ പ്ലാൻ ഒരിക്കലും തെറ്റിക്കരുത്. ഓരോ പേഷ്യൻറ്റിനും ഓരോ കെയർ പ്ലാൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ പേഷ്യൻറ്റിൻ്റെയും കെയർ പ്ലാൻ അനുസരിച്ച് മാത്രം അവർ ഡീൽ ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മെഷീൻ ഉപയോഗിച്ച് മാത്രം പൊക്കേണ്ട ഒരു പേഷ്യൻറ്റിന് നിങ്ങൾ വെറും കൈകൊണ്ട് പൊക്കുകയാണെങ്കിൽ അതൊക്കെ നിയമലംഘനമായിട്ട് കണക്കാക്കുകയും ഗുരുതരമായിട്ടുള്ള ഒരു പിഴവായിട്ട് കണക്കാക്കുകയും നിങ്ങൾ വിസ റദ്ദാകാൻ വരെ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്കായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കും. അതേപോലെ തന്നെ കെയർ ഹോമിൽ വെച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുക. ഏതെങ്കിലും രോഗി താഴെ വീഴുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള കൊളീഗിൻ്റെ അടുത്ത് ഈ രോഗി എന്തെങ്കിലും അവർ തമ്മിൽ തർക്കമുണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സൂപ്പർവൈസറിനെ അറിയിക്കണമെന്നാണ്. നിങ്ങൾ അറിയിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളും ആ ഒരു കുറ്റത്തിൽ പങ്കാളിയായി എന്നാണ് കണക്കാക്കുക. അപ്പോൾ അതും അതേപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ വ്യക്തി ജീവിതത്തിലും കൂടി നമ്മൾ കുറച്ച് ശ്രദ്ധ കൊണ്ടുവരണം. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നഴ്സുമാർക്ക് അവർ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നുണ്ട്. യൂണിഫോം ഇട്ട് ഒരിക്കലും പുറമെ പബ്ലിക്കിൽ സഞ്ചരിക്കാൻ പാടില്ല. അവർ കമ്പനിയുടെ മുദ്രകളും കാര്യങ്ങളും അപ്പോൾ NHSൻ്റെ നഴ്സിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് പുറത്ത് പോയാൽ അത് ഗുരുതരമായിട്ടുള്ളൊരു പിഴവായിട്ട് കണക്ക്. നമ്മൾ വ്യാജ ലീവൊക്കെ എടുത്തിട്ട് സിക്കാണെന്നൊക്കെ പറഞ്ഞ് ലീവൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ ഒക്കെ ഇടുക, ഇതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അച്ചടക്ക ലംഘനമായിട്ട് ഇവിടെ കണക്കാക്കുക. അത് നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും. അതേപോലെ മദ്യപിച്ച് വണ്ടി ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുള്ളതിനേക്കാളും ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഇവിടെ. പ്രത്യേകിച്ച് ഇവിടെ മദ്യപാനം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നാട്ടിലെ പോലെ അത്ര സ്ട്രിക്റ്റ് അല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മദ്യം ലഭിക്കും. അതേപോലെ തന്നെ എന്താ പറയുക, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് മദ്യം വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പലരും മദ്യപിച്ച് വാഹനം ഓടിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിക്കപ്പെടുകയാണ് ക്രിമിനൽ കുറ്റമാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.